ഷിബിന ഷഹീദ് അതെ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരാളാണ്. അതെ അതെ ബോൺ ബൈ മുസ്ലിം. ഹൈന്ദവ മതത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടയാകണേ. അല്ല, അങ്ങനെ ഹൈന്ദവ മതം എന്ന് പറഞ്ഞ് ഞാൻ ഇല്ല ഹീലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം അൽഫോൻസാമയായിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്, ജീസസ് ക്രൈസ്റ്റ് ആയിരിക്കും, മുഹമ്മദ് നബി ആയിരിക്കും, പിന്നെ ഭീമാപ്പള്ളി ഉമ്മ ആയിരിക്കും. അത് ആ ടൈമിൽ ആ എനർജി നമ്മളുടെ അടുത്ത് കണക്ട് ആവും. നമ്മളാണ് ഈ മതങ്ങൾ എന്ന് പറഞ്ഞെല്ലാം ഇതിനെ ഇങ്ങനെ നിങ്ങൾ പലതരത്തിലുള്ള എനർജിയാണല്ലേ ഹീൽ ചെയ്യുന്നത്. അതെ അല്ല, ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പ്രേതം, ആത്മാവ് ഒക്കെ ഉണ്ടാവും. ഈ നെഗറ്റീവ്സ് എല്ലാം വരും. നിങ്ങൾ എന്ത് പ്രൊട്ടക്ഷനാണ് ഇടുന്നത്? തല കീഴായി കിടക്കുന്ന രൂപവും നിലവിളിക്കുന്ന ഒരു വല്ലാത്ത രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്ത് കിടക്കുന്ന രൂപങ്ങളൊക്കെ, അതൊരു ഹാങ് ചെയ്ത് തൂങ്ങി മരിച്ചതുപോലെ. രാജാവിന്റെ കാലഘട്ടത്തിൽ ആൾക്കാരെ ശിക്ഷിക്കും. അപ്പം അവരെ കൊണ്ട് ഈ കൊല്ലുന്നതൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ കുറെ ഹോണ്ടഡ് ഹൗസസ് ഉണ്ട്. എനിക്ക് സാർ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. ശിവനെ നമസ്കാരം. നമ്മൾ പറയാറില്ലേ, ചിലപ്പോൾ ഈ ഡോക്ടേഴ്സ് ചികിത്സിക്കുമ്പോൾ മരുന്ന് പല ആൾക്കാരും വരും. അപ്പം പനിയുള്ളവരുണ്ടാവും, ജലദോഷമുള്ളവരുണ്ടാവും, മറ്റ് പല ഡിസീസുമായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഇവർ മരുന്ന് കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ എനർജി ഹീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾ പലതരത്തിലുള്ള എനർജിയാണല്ലേ ഹീൽ ചെയ്യുന്നത്. അല്ല, ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പ്രേതം, ആത്മാവ് ഒക്കെ ഉണ്ടാവും. ഈ നെഗറ്റീവ്സ് എല്ലാം വരും. നിങ്ങൾ എന്ത് പ്രൊട്ടക്ഷനാണ് ഇടുന്നത്? അതെങ്ങനെ കൈകാര്യം ചെയ്തു? അതെ അതെ, നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷൻ ഇടാതെ നമുക്കത് പിന്നെ ചിലത് നമ്മളുടെ പ്രൊട്ടക്ഷനെയും ഭേദിച്ച് വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുള്ള പ്രിക്കോഷൻ എടുക്കണമല്ലോ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡോക്ടർ അവർ ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് അവർ അത്രയും ഹൈലി പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, പക്ഷെ ഇവർക്ക് അസുഖങ്ങൾ വരാം. അസുഖങ്ങൾ വരുമ്പോൾ അവരൊരിക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് അവർ പ്രിസ്ക്രൈബ് ചെയ്യില്ല. അവർ വേറൊരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അവർക്ക് അതിനുള്ള ഇതെടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ഹീലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് എല്ലാം ലൈഫൊക്കെ വളരെ നന്നായിട്ട് സ്മൂത്തായിട്ടൊക്കെയാണല്ലോ പോകുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനല്ല. നമ്മൾ അടുത്ത ആളെ നമ്മുടെ ഗുരുവിനെ നോക്കും, നമ്മുടെ അതെ നമുക്കിപ്പം നമ്മളുടെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഡ്യൂഷൻ കിട്ടും, ആരടുത്ത് പോകണം, ഇന്നൊരാൾ വരും. ഈ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജസ് പോലെ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. അത് നമ്മളിങ്ങനെ ഓപ്പണായിട്ട് ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ചില സമയം എനിക്ക് നല്ല പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ പ്രൊട്ടക്റ്റിങ് ഇതായിട്ട് വരുന്നത് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഇൻഡ്യൂഷനിലൂടെ ഇന്നടുത്ത് പോകൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു അമ്പലമായിരിക്കാം, ഒരു പള്ളിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമി ആയിരിക്കാം, അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കാം. നമുക്കത് നമ്മളെ കൊണ്ടുപോയിക്കോളൂ. നമ്മളുടെ ഇൻറ്റൻഷൻ പ്യുവർ ആണെങ്കിൽ, നമ്മളുടെ ഇൻറ്റൻഷൻ പ്യുവർ ആയിട്ടാണ് നമ്മളൊരാൾക്ക് ചെയ്ത് ഇത് കൊടുക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അവിടെ നിന്ന് തുണച്ചോളും. ഒരു ഇതും നോക്കണേ, നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആയാൽ മതി. ഇപ്പോൾ ഷിബിന ഷഹീദ് ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരാളാണ്. അതെ അതെ, ബോൺ ബൈ മുസ്ലിം തന്നല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എനർജി അതിലോട്ട് എനിക്ക് പോകണം, അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടയാകണേ? അങ്ങനെ ഹൈന്ദവ മതം എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ഞാൻ പള്ളിയിൽ നമ്മളെ സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ ദേവിയെ ഭജിക്കുന്നു, ജപിക്കുന്നു. അപ്പം നമ്മൾ നോർമലി അവർ ഹൈന്ദവ മതത്തിൽ വിശ്വാസിയാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ ഹീലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം അൽഫോൻസാമയായിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്, ജീസസ് ക്രൈസ്റ്റ് ആയിരിക്കും, മുഹമ്മദ് നബി ആയിരിക്കും, പിന്നെ ഭീമാപ്പള്ളി ഉമ്മ ആയിരിക്കും, അങ്ങനെ ആരും ആവാം. അത് ആ ടൈമിൽ ആ എനർജി നമ്മളുടെ അടുത്ത് കണക്ട് ആവും. നമ്മളാണ് ഈ മതങ്ങൾ എന്ന് പറഞ്ഞെല്ലാം ഇതിനെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചേക്കുന്നത്. അല്ല, ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ഒരു യാത്രയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ യാത്രകൾ കൂടുതലും ക്ഷേത്രങ്ങളും
ഈ തമിഴ്നാട് വീസ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് അവിടെ പോകുമ്പോൾ ആ എനർജി ആയിട്ട് കണക്ട് ആവാൻ അമ്പലങ്ങളും പള്ളികളും ഒക്കെ പോകുന്നത് എനിക്ക് അത് നമ്മൾ വിഗ്രഹത്തിനല്ല, വിഗ്രഹത്തിന് അപ്പുറത്തോട്ട് അതെ 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 ആ ഒരു എനർജിയിലാണ്. നമ്മളാണല്ലോ രൂപങ്ങളൊക്കെ കൊടുത്തത്. മഹാദേവന്റെ രൂപ സ്ട്രക്ചർ ഇങ്ങനെയാണ്, കൃഷ്ണൻ ഇങ്ങനെയാണ് സ്ട്രക്ചർ, ദേവി ഇങ്ങനെയാണ്, ചാമുണ്ടി അങ്ങനെയാണ് എന്നൊക്കെ നമ്മളാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇത് പ്യുവർലി ഇതെല്ലാം എനർജിയാണ്. അത് പക്ഷേ ഇതൊക്കെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഷഹിദ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു എനർജിയായിട്ട് നമ്മൾ അമ്പലത്തിലോ അല്ലെങ്കിൽ പറഞ്ഞ മോസ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഏത് തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അറിയാനൊരു ജിജ്ഞാസ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് ക്ലിയർ ആകുമ്പോൾ ചിലപ്പോൾ വിഷ്വൽസ് ആയിട്ട് ചിലർ ഇത് കാണിച്ചു തരും. നമ്മൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ കൂടുതലായിരിക്കും. ഒരു അനുഭവം ഇല്ലാത്ത ആളുകളുണ്ട്, ഭയങ്കര എന്താ പറയുക നല്ല ഹീലേഴ്സ്, അവർക്ക് വിഷ്വൽസ് ഇപ്പോഴും എനിക്കറിയാം, അങ്ങനെ അറിയുന്ന ആളുകളുണ്ട്. അവർ ഏത് രൂപത്തിലായിരിക്കും വരുന്നത്? അത് അവർ പല രൂപത്തിലും വരാം. അതൊരു ഇന്ന രൂപമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന വിഗ്രഹ രൂപങ്ങളല്ല അല്ല 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 വിഗ്രഹ രൂപങ്ങൾ അല്ല. ചിലപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പം കാണുന്നത് അവിടെ ഇരിക്കുന്നത് ഗണപതിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ എനർജി എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലാതെ അതിങ്ങനെ കിടക്കുന്ന പത്മനാഭൻ അങ്ങനൊന്നും അല്ല, അങ്ങനല്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് ആ കണക്കിനായിരിക്കും നമുക്ക്. അതെ അതെ അതെ. ഇപ്പൊ ഗണപതിയായിട്ട് കാണുകയാണെങ്കിൽ ഗണപതിയുടെ രൂപമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടും. അതെ അതെ. എല്ലാവർക്കും അങ്ങനെയൊന്നും കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു എനർജി. അത് നമ്മുടെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞു തരും. നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളോ ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞു തരും. നമ്മൾ എത്രമാത്രം ആ ഒരു എനർജി ആയിട്ട് നമ്മൾ കണക്റ്റ് ആയിട്ടിരിക്കുന്നു, അപ്പോൾ അതിനുള്ള മെസ്സേജസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ എന്തായാലും ഇങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതെ അതെ. നമ്മൾ പറഞ്ഞ പോലെ പ്രേതമെന്നോ വിശാചെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അതൊരു എനർജി തന്നെയാണ് അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ ഒരു പണ്ട് മഹർഷിമാർ തപസ് ചെയ്യുന്ന സമയത്ത് പല ഭൂതങ്ങളൊക്കെ വന്ന് ആക്രമിക്കും, നിങ്ങൾ ചെയ്യാതിരിക്കാനൊക്കെ നോക്കും. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ന്യൂ ജനറേഷൻ AI ടെക്നോളജിയുടെ കാലങ്ങളാണ്. ആ സമയത്ത് ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ഈ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ഇത്തരം എനർജികൾ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ എനർജീസ് ഉണ്ട്. ഷിബിനെ അങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? അല്ല, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇന്റൻഷനോട് ഇരുന്ന് ചിലപ്പം നമ്മൾ ധ്യാനിക്കുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടോ. ആ ടൈമിൽ ഇങ്ങനത്തെയൊക്കെയുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അതല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിന് നല്ല സംഭവിക്കണം, ഈ ലോകം നന്നാവണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരാൾ, നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ എന്തെങ്കിലും ബാധയുടെ ഉപദ്രവമുള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടാനും അതിൻ്റെ ശരീരം ക്ലിയർ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണോ ഇതൊക്കെ വരുന്നത്? എനിക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ രാത്രിയായിരുന്നു. അപ്പോൾ ഒരു 12 മണി 12:30 ആ ഒരു ടൈമിൽ ഞാനൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്കങ്ങനെ അനുഭവങ്ങളുണ്ടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിന് ഈ സമയക്കണക്കുകൾ ഉണ്ടോ? രാത്രി ചെയ്യേണ്ടതുണ്ടോ? അതാ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞ മെസ്സേജ് പോലെ നമുക്ക് കിട്ടും, ഇത്ര മണിക്ക് ചെയ്യണം. അതെ അതെ, ഇന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ചെയ്യാനിരിക്കാൻ. അപ്പോൾ തുടക്ക സമയത്ത് എനിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ അവർ ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ല? സമ്മതിക്കാതെ നമ്മൾക്ക് ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കത്തില്ല. ബാക്കിൽ നിന്ന് ഇങ്ങനെ, അതായത് നമ്മൾ കണ്ണടച്ചിരുന്നായിരിക്കും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് 12:30 മണിക്കൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ പുറകിൽ നിന്നുള്ള ശൂളം വിളിയും വിസിലടിക്കുന്നതാണ് പുറകിൽ നിന്ന് വന്ന് നമ്മളിങ്ങനെ തട്ടി വിളിക്കും. അപ്പോൾ നമ്മൾ കണ്ണ് തുറക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാണ് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ചിലർ പറയില്ലേ, നിങ്ങൾ ഈ സംഭവം കൊണ്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. അതെ അതെ അതന്നെ, ഇത് തന്നെയാണ് തിരിഞ്ഞു നോക്കരുത്. പക്ഷെ നമ്മളെ പുറകിൽ നിന്ന് വന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി പോകും ചിലപ്പോൾ, ഒരു പോയിന്റില്ലേ നമ്മൾ അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ. ഈ ശങ്കരാചാര്യരുടെ കഥയുണ്ട്, അറിയാലോ. ദേവിയെ ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വഴിയിലെത്തി ചിലങ്കയുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് ആചാര്യർ തിരിഞ്ഞു നോക്കി, അവിടെ ശിലയായി നിന്നു എന്നാണ് ചരിത്രം. അപ്പം ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തെ തുടക്കക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ച് തിരിഞ്ഞു നോക്കി പോകും. തിരിഞ്ഞു നോക്കി എന്തായിരിക്കും
തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനത്തെ രൂപങ്ങളൊക്കെ തല കീഴായി കിടക്കുന്ന രൂപവും നിലവിളിക്കുന്ന ഒരു വല്ലാത്ത രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്ത് കിടക്കുന്ന രൂപങ്ങളൊക്കെ ഹാങ് ചെയ്ത് തൂങ്ങി മരിച്ചതുപോലെ. അതെ, അത് ഈ നമ്മുടെ സറൗണ്ടിലൊക്കെ തന്നെയാണ് കാണുന്നത്. അതെ അതെ അല്ലെ, ഈ പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ഭൂമിയിലൊക്കെ ചില പണ്ട് ഇതേപോലെ ബലികൾ അല്ലെങ്കിൽ രാജാവിന്റെ കാലത്തൊക്കെ ശിക്ഷകളൊക്കെ കൊടുക്കുന്നത് കാട്ടിലേക്ക്. ഇന്ന് പക്ഷെ അവിടെയൊക്കെ വീടുകളായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും കൂടുതൽ അത്തരം എനർജികൾ നമുക്ക് ആ ഭാഗത്ത് കാണാം. അതെ, ഇത്തരത്തിലുള്ള എനർജീസ് ഉണ്ട്. അത് എത്ര നമ്മൾ മാറ്റി പൊത്തിവെക്കാൻ നോക്കിയാലും ഉണ്ട്. ഇതിൽ ജോർജ് മാത്യു സാർ എന്നോട് ഒരു കുറച്ച് കാര്യം, അതായത് ഒരു കുളത്തിന്റെ പഴയൊരു കുളം തിരുവനന്തപുരം ഭാഗത്താണ്. അവിടെ രാത്രിയാകുമ്പോൾ പട്ടി ഇങ്ങനെ ഓലിയിടാറുണ്ട്, ഭയങ്കര ശല്യം. അപ്പോൾ അവിടെ നിലവിളിക്കുന്ന ശബ്ദം ഒരു 3 മണി, വെളുപ്പിന് 3 മണിക്ക് ആകുമ്പോൾ പട്ടി ഓലിയിടുന്നു, നിലവിളി ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു. അപ്പോൾ ഇത് എന്താണെന്നറിയില്ല ആ വീട്ടുകാർക്ക്. അപ്പോൾ പലരെയും ആയിട്ട് സമീപിച്ചപ്പോൾ പലരും പല കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവർക്ക് മാത്രമാണ് അത് ഫീൽ ആവുന്നത്, ആ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ജോർജ് മാത്യു സാറിന് പാരാസൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത്, അദ്ദേഹത്തെ സമീപിക്കുന്നത്. അദ്ദേഹം രാത്രി 1-2 ദിവസങ്ങളിൽ അവിടെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു സൊല്യൂഷൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ സ്ഥിരമായി ലൈറ്റ് ഇടുക, പ്രകാശം ആ ഭാഗത്ത്, അങ്ങനെ നിങ്ങളതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 2 ദിവസം ആയപ്പോഴത്തേക്കും അതങ്ങ് കുറഞ്ഞു, പിന്നെ ഇല്ല. ചില സമയങ്ങളിൽ ആ ചിത്രങ്ങൾ അവിടെ കാണും. അപ്പോൾ പട്ടിക്ക് ഈ ഇത്തരം ജന്തുക്കൾക്കാണ് കൂടുതൽ വിഷ്വലി കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് സ്ഥിരമായി നമ്മൾ ലൈറ്റ് ഇടുകയാണെങ്കിൽ ആ ഇരുട്ട ഭാഗത്ത് ആ രൂപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, അപ്പം അതിൻ്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോയപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആൾക്കാരെ ശിക്ഷിക്കുമായിരുന്നു. അപ്പം അവരെ കൊണ്ട് ഈ കൊല്ലുന്നതൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ കുറെ ഹോണ്ടഡ് ഹൗസസ് ഉണ്ട്. സാർ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. ആ ഭാഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അത്തരം എനർജികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മോക്ഷമില്ലാത്ത അവസ്ഥയിലായിരിക്കുമല്ലോ. അതെ, അത് ആരിലൂടെങ്കിലും ഒരു മോക്ഷം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ശല്യം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശല്യം ചെയ്യുന്നത്. ചിലര് ഈ പറഞ്ഞ കണക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എനിക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ സാറ് പറഞ്ഞ ആ ഭാഗത്ത് തന്നെ ഒരു വീടുണ്ട്. എനിക്ക് അവിടുത്തെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പം അവിടെ ഒരു കുട്ടി 16 വയസ്സുള്ളൊരു കുട്ടി തൂങ്ങി മരിച്ചതാണ്. അങ്ങനെ ഇവർ ഈ വീട് വിട്ടിട്ട് അവർ വേറെ സ്ഥലത്ത് പോയി, ഒറ്റ മോളായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ ഒരു പ്രസൻസ് ആ വീട്ടിലുണ്ടായിരുന്നു. ഇവർ വാടകയ്ക്ക് ആള് വന്ന്, പിന്നെ ഈ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു ഇവരുടെ അടുത്ത്, ആ ലേഡി അടുത്ത്. ഇങ്ങനെ പൈപ്പിൽ നിന്ന് നമ്മൾ ശരിക്കും ഹൊറർ സിനിമ കാണുന്ന കണക്ക് പൈപ്പിൽ വെള്ളം തുറന്നു വിടുക, ബാത്റൂമിലെ ഫ്ലഷ് ടാങ്ക് അടിച്ച് തന്നെ വെള്ളം പോവുക, കിച്ചണിൽ നിന്ന് അവിടെ പെരുമാറുന്നത് കണക്കൊക്കെ അവിടെ സൗണ്ട് കേൾക്കുക, രാത്രിയാകുമ്പോൾ ശരിക്കും മണിച്ചിത്രത്തായി ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടുന്നത്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർ വന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് അവരിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി അവിടെ മരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടീനെ അവർ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരുപാട് ക്ലയൻസ് ഇങ്ങനെ പറയലുണ്ട്.